ഗൈസ്, ഇറ്റ്സ് മീ അനുപമ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹിമാലയ കമ്പനിയുടെ ലിവ് 52 എന്ന ടാബ്ലറ്റിൻ്റെ റിവ്യൂ ആണ്. ഇതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ 100ഓളം വർഷം പഴക്കമുള്ള ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഹിമാലയ എന്നൊരു വലിയൊരു ആയുർവേദ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. അതായത് ലിവറിൻ്റെ ഏതെങ്കിലും ഡാമേജ്, ലിവർ ഡിസീസ് അതൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പറേഷനാണ്. അതിൽ സ്ട്രെങ്തറിന് നോർമൽ ലിവ് 52 ടാബ്ലറ്റ് ഫോം വരുന്നുണ്ട്, ലിവ് 52 DS വരുന്നുണ്ട്. DS ഡബിൾ സ്ട്രെങ്ത് ആണ്. അതെന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻഫെക്ഷൻ, ലൈക്ക് കൂടുതൽ ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് ഡോക്ടേഴ്സ് DS പ്രിസ്ക്രൈബ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ലിക്വിഡ് ഫോമുലേഷനും അവൈലബിൾ ആണ്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടാബ്ലറ്റാണ്. പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. കപ്പാരിസ് സ്പിനോസ, സിങ്കോരിയം ഇൻറ്റിബസ്, മന്ദൂർ ഭസ്മ, സൊലാനം നൈഗ്രം, ടെർമിനാലിയ അർജുന, കാഷിയ ഓക്സിഡൻ്റാലിസ്, അക്കീലിയ മില്ലിഫോളിയം, ടമാരിക്സ് ഗാലിക്ക. കടുകട്ടിയുള്ള ശാസ്ത്രീയ നാമങ്ങളാണ് ഇവയൊക്കെ ഓരോ മെഡിസിൻ്റെ. പിന്നെയെന്ന് വെച്ചാൽ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ലായിരിക്കും ആർക്കെങ്കിലും. ഇതിൻ്റെ നമ്മുടെ മലയാളത്തിൽ എങ്ങനെയാണ്, ഏത് ചെടിയാണ്, അങ്ങനെയൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ലിവറിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക്, ഡിസീസ് ആയാലും എന്തെങ്കിലും ഡാമേജ് ആയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് മെയിൻലി ഉപയോഗിക്കുന്നത്. ഞാനൊരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനോട് കൂടിയിട്ട് കഴിക്കേണ്ട മെഡിസിനാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങളെ പ്രോബ്ലം അറിയണമല്ലോ, പ്രോബ്ലം ഇല്ലാതെ കഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പ്രോപ്പർ ഡയഗ്നോസ് ചെയ്തിട്ട് മാത്രം വേണമെങ്കിൽ ഉറപ്പ് വരുത്തിയിട്ട് കഴിക്കാം. പിന്നെ ഇതിൻ്റെ ഉപയോഗം ഓരോന്നായിട്ട് നോക്കാം. മെയിൻലി ഇത് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം പോലുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ലിവർ ഡാമേജ്, ഏത് തരത്തിലുള്ള ലിവർ ഡാമേജിൽ ഉപയോഗിക്കാം. പിന്നെ പെയിൻ കില്ലർ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ ലിവർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം. പിന്നെ വെച്ചാൽ ആൽക്കഹോള് സ്ഥിരമായിട്ട് എക്സസ്സായിട്ട് ആൽക്കഹോൾ കഴിക്കുന്നവർക്കും ലിവർ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെഡിസിനാണ്. പിന്നെ കെമിക്കലോ റേഡിയേഷനോ എക്സ്പോസ് ചെയ്തിട്ടുണ്ടാകുന്ന ലിവർ ഡാമേജ് കണ്ടീഷനിലും ഉപയോഗിക്കാൻ വളരെ എഫക്റ്റീവാണ്. പിന്നെ വെച്ചാൽ ജിമ്മിന് പോകുന്ന ഒരു പ്രോട്ടീൻ പൗഡർ, സ്റ്റിറോയിഡ്സ് ഒക്കെ എടുക്കുന്നുണ്ടാവില്ലേ, അതും ലിവർ ഡാമേജിന് ഒരു കാരണമാണ്. അങ്ങനെയുള്ളവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ചിലവരിൽ കണ്ടുവരുന്ന ഫുഡിനോട് താല്പര്യമില്ലായ്മ, അതുമൂലമുള്ള വെയിറ്റ് ലോസ്, അങ്ങനെയുള്ളവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും അപ്പറ്റൈറ്റ് ശരിയാക്കാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ഇനി ഈ മെഡിസിൻ നമ്മുടെ ലിവറിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. മെയിൻലി ഇത് നമ്മുടെ ലിവർ സെല്ലിനെ, അതായത് സെൽ മെംബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ലിവറിലെ കോശങ്ങളെ. എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലി നമ്മുടെ ലിവറിൽ എൻസൈംസ് ഉണ്ട്, അതിനെ ആരോഗ്യപരമായിട്ട് നിയന്ത്രിക്കുകയും നിലനിർത്തുകയും ചെയ്യും. പിന്നെ ഡാമേജ് ആയിട്ടുള്ള ലിവർ സെല്ലാണെങ്കിൽ അതിൻ്റെ റീജനറേഷനെ പ്രൊമോട്ട് ചെയ്യും, അതിനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഉത്തേജിപ്പിക്കും. അങ്ങനെയാണ് ഈ മെഡിസിൻ നമ്മുടെ ലിവറിൽ ആക്ട് ചെയ്തിട്ട് ഡാമേജൊക്കെ പരിഹരിക്കുന്നത്. പിന്നെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതായത് വായിലൂടെയാണ് കഴിക്കേണ്ടത്. കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും, അതായത് ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എക്സെപ്റ്റ് പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ആണെങ്കിൽ ഡോക്ടറോടൊന്ന് ചോദിക്കണം. സൈഡ് എഫക്റ്റും, ഇതിന് വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഡോസേജ് നോക്കാം. ഈ ടാബ്ലറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് നോക്കാം. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉള്ള ആൾക്കാരിലാണെങ്കിൽ 2 ടാബ്ലറ്റ് വെച്ചിട്ട് 2 നേരം എടുക്കുക. രാവിലെ 2, രാത്രി 2, 6 വീക്സിലേക്ക് 6 വീക്ക് എടുക്കുക. അതിന് ശേഷം ഓരോരോ ടാബ്ലറ്റ് 2-3 മാസത്തേക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ സിറോസിസ് കണ്ടീഷനിലെ ആളാണെങ്കിൽ 2 ടാബ്ലറ്റ് 3 നേരം 6 മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാം. 2 ടാബ്ലറ്റ് 3 നേരം. ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ 2 ടാബ്ലറ്റ് 2 നേരം 6 മാസത്തേക്ക് എടുക്കണം കുറഞ്ഞത്. പിന്നെ ആൽക്കഹോളിക്
ലിവർ ഡിസീസ്, ആൽക്കഹോൾ എക്സസൈസ് എടുത്തിട്ടുണ്ടാകുന്ന ലിവർ ഡാമേജ് ഉള്ളവർക്ക് 2 ടാബ്ലറ്റ് 1 മന്തിലേക്ക് എടുക്കുക. അതിനുശേഷം ഓരോരോ ടാബ്ലറ്റ് ആയിട്ട് കഴിക്കുക. അത് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾ ഡോക്ടർ പറയും എത്ര കഴിക്കണമെന്ന്. പിന്നെ ഇത് ആൻറ്റി TB ട്രീറ്റ്മെൻറ്റിന് കൂടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1-2 ടാബ്ലറ്റ് 2 വെച്ചിട്ടും കഴിക്കുക. 2 നേരം 2 വെച്ചിട്ട് അലോങ് വിത്ത് യുവർ ആൻറ്റി TB മെഡിസിൻ. ഇത്രയൊക്കെയാണ് ലീവ് 52നെ കുറിച്ചിട്ടുള്ള റിവ്യൂ. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സ്വമേധയാ കഴിക്കേണ്ട ഒരു മെഡിസിൻ അല്ല ഇത്. നിങ്ങൾക്ക് ലിവർ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഓവറായിട്ട് ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്ന ഒരാൾ, അങ്ങനെ ഞാൻ മുമ്പേ ഇതിൻ്റെ യൂസ് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നങ്ങളില്ല ആളാണ്, ഈ മെഡിസിൻ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ കൊള്ളാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുമായിട്ടോ ഫാർമസിസ്റ്റുമായിട്ടോ കൺസൾട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അപ്രോപ്രിയേറ്റ് ഡോസ് അവർ പറഞ്ഞു തരും. അങ്ങനെ മാത്രം കഴിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.